നമസ്കാരം. അമൃത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പനിയാരം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ലൊരു ടേസ്റ്റിയും ഡിഫറെൻറ്റും ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പനിയാരം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നോക്കാം. ദോശമാവ് വേണം, ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ലെണ്ണയാണ്. പിന്നെ ഇതാ കായത്തിൻ്റെ പൊടി, ഉപ്പ്, ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, കടുക് 1/2 ടീസ്പൂണോളം, 1/2 ടീസ്പൂണ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക്, കറിവേപ്പില, മല്ലിയില. അപ്പോൾ നമുക്ക് പനിയാരം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള സവാളയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെക്കാം. ചൂടാവുമ്പോൾ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കാണ്ടിരിക്കുക. തമിഴ്നാട് റെസിപ്പി ആയത് കാരണം നമ്മൾ നല്ലെണ്ണയിൽ ചെയ്യുക. നല്ലെണ്ണേൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ നല്ലെണ്ണ നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. നമ്മൾ കടുകിൻ്റെ കൂടെ ഉഴുന്നും കൂടിയും ചേർത്ത് കൊടുക്കും. പക്ഷേ ഇവിടെ കുട്ടികൾക്കൊന്നും ഉഴുന്ന് കടിക്കുന്ന ഇഷ്ടമല്ല, അത് കാരണമാണ് ഞാൻ ഉഴുന്ന് ചേർക്കാത്തത്. അപ്പോൾ അതാ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ മാവിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടി നല്ലൊരു ഫ്ലേവറിങ് ഏജൻ്റാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഡിഷസിലൊക്കെ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇത് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം മാവിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമുക്ക് പനിയാരം ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം. പനിയാരം ചുട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പനിയാര ചട്ടി അല്ലെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി എടുക്കുക. ഞാൻ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്റ്റവിൽ ഇരിക്കില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതാ ഉണ്ണിയപ്പച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ ടീസ്പൂൺ വീതം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളിത് ഓയിൽ ഇല്ലാണ്ടും ചുട്ടെടുക്കാം, പക്ഷെ അത്ര ക്രിസ്പി ആയിരിക്കില്ല. പിന്നെ കുറച്ചൊരു ഓയിൽ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പനിയാരത്തിൻ്റെ ബാറ്റർ കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഇതിൻ്റെ ബാറ്റർ എടുക്കുമ്പം അത്യാവശ്യം പുളിയുള്ള ബാറ്റർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ വീട്ടിലൊക്കെ ഞാനൊക്കെ ചെയ്യുന്നത് അത്യാവശ്യം 3 ദിവസത്തേക്കുള്ള മാവ് അരച്ച് വയ്ക്കും. അപ്പോൾ ഫസ്റ്റ് ഡേ ഇഡ്ഡലി ഉണ്ടാക്കും, സെക്കൻഡ് ഡേ ദോശയായിരിക്കും, പിന്നെ തേർഡ് ഡേക്ക് കുറച്ചുകൂടി പുളിക്കും. അപ്പം ചിലപ്പോൾ പനിയാരം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഊത്തപ്പാണ് ഉണ്ടാക്കാറ്. അപ്പം കുറച്ച് പുളിയുള്ളത് എടുക്കാനായിട്ട് ശ്രമിച്ചാൽ നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ലൊരു ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇങ്ങനത്തെ ഒരു കോല് വെച്ചിട്ട് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഒരു സൈഡ് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാം ഇതുപോലെ മറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സൈഡ് ഗോൾഡൻ കളർ ആയി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പനിയാരം റെഡി ആയിട്ടുണ്ടാവും.
ഇതാ നല്ല ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട് അടുത്ത സൈഡും. ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഒരു കിച്ചൺ ടിഷ്യൂയിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ പനിയാരം റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് അല്ലേ? നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.